എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പറയാൻ പോകുന്നത് നവരാത്രി കാലത്ത് നടത്തുന്ന മനോഹരമായ ഒരു ആചാരത്തെക്കുറിച്ചാണ്. ബൊമ്മക്കൊലു. തമിഴ്നാട്ടിലും കേരളത്തിലെ ചില ബ്രാഹ്മണ കുടുംബങ്ങളിലും നവരാത്രി കാലത്ത് ബൊമ്മകൾ ചവിട്ടുപടികളിലാക്കി അലങ്കരിച്ച് വയ്ക്കാറുണ്ട്. ഇതിനു പിന്നിൽ പുരാണങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. ഒരു കഥ പ്രകാരം ദേവി മഹിഷാസുരനോട് യുദ്ധം നടത്തുമ്പോൾ ദേവന്മാരും ഋഷിമാരും എല്ലാം ഒത്തുകൂടി ആ മഹായുദ്ധം കണ്ടു. ആ ദിവ്യ സമാജത്തെ പ്രതിനിധീകരിക്കാനാണ് ഈ ബൊമ്മകൾ നിരത്തുന്നത് എന്നാണ് ഒരു വിശ്വാസം. മറ്റൊരു കഥയിൽ ദേവിയെ സഹായിക്കാൻ ദേവന്മാർ പാവകൾ കൊണ്ട് സൈന്യമുണ്ടാക്കിയെന്നും ആ പാവകൾ ജീവൻ പ്രാപിച്ച് ദേവിയെ സഹായിച്ചു എന്നും പറയുന്നു. അതിൻ്റെ പ്രതീകമായി പാവകൾ നിരത്തുന്നു എന്നാണ് പറയപ്പെടുന്നത്. സാധാരണയായി 5, 7 അല്ലെങ്കിൽ 9 പടികളാണ് ഉണ്ടാക്കുന്നത്. മുകളിൽ ദേവദേവികൾ, ഇടയിൽ മഹാന്മാർ, താഴെ മൃഗങ്ങൾ, കളിപ്പാട്ടങ്ങൾ എന്ന ക്രമത്തിൽ നിരത്തിവെക്കുന്നു. മരപ്പാച്ചി ബൊമ്മ എന്ന് വിളിക്കുന്ന പുരുഷ സ്ത്രീ രൂപമുള്ള മരപ്പാവയും നിർബന്ധമായും വെക്കും. ഓരോ ദിവസവും ദേവിക്ക് പൂജ നടക്കും. സംഗീതവും ഭജനയും ഉണ്ടായിരിക്കും. ഇതാണ് ബൊമ്മക്കൊലു. ഇത് ഒരു പ്രദർശനം മാത്രമല്ല, മറിച്ച് ഭക്തിയും സംസ്കാരവും ആത്മീയതയും ഒരുമിച്ച് പ്രകടിപ്പിക്കുന്ന ഒരു ഉത്സവം കൂടിയാണ്.